കണ്ണൂർ കായലോട് പരസ്യ വിചാരണയെ തുടർന്ന് യുവതി ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾ വിദേശത്തേക്ക് കടന്നു. SDPI പ്രവർത്തകരായ സുനീർ, സക്കറിയ എന്നിവരാണ് വിദേശത്തേക്ക് മുങ്ങിയത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ പൂപ്പറമ്പ, ഇതിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ പോകുന്നു, പ്രതിപട്ടികയിലേക്ക് കൂടുതൽ പേർ വരാൻ പോകുന്നു. വളരെ വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ പ്രതികൾ വിദേശത്തേക്ക് മുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പോലീസ്. എന്താണ് പോലീസ് ഇവരെക്കുറിച്ച് വിശദീകരിക്കുന്നത്? ഇത് ഈ ഗ്രൗണ്ടിൽ നടന്ന പരസ്യ വിചാരണയിൽ നേരിട്ട് പങ്കെടുത്തവരാണോ ഈ പ്രതികൾ? അരുൺ പൂപ്പറമ്പ. അരുൺ, കേൾക്കാമോ? അരുൺ, നേരത്തെ 3 പ്രതികളായിരുന്നു ഈ കേസിൽ ഉണ്ടായിരുന്നത്. ആ 3 പ്രതികളെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതാണ്. അതിനുശേഷം ഈ റസീനയുടെ സുഹൃത്തായിട്ടുള്ള റഹീസ് കഴിഞ്ഞ ദിവസം പിണറായി പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരായി. ആ റഹീസിന്റെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ റഹീസിന് ഒരു പരാതി നൽകി, തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും പരസ്യ വിചാരണയ്ക്ക് വിധേയമാക്കിയെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി നൽകിയത്. ആ പരാതിയിലാണ് ഈ സുനീർ, അതോടൊപ്പം തന്നെ സക്കരിയ എന്ന് 2 പേരുടെ പേരുകൾ പരാമർശിച്ചത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അതിൽ തെളിവുണ്ടെന്ന്, അല്ലെങ്കിൽ ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടതിന് തുടർന്നാണ് ആ 2 പേരെ കൂടി പ്രതിപട്ടികയിലേക്ക് ചേർത്തത്. അങ്ങനെ ആകെ കേസിൽ 5 പ്രതികളാണുള്ളത്. ഈ 2 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയാണ് കേസെടുക്കുകയും ചെയ്തത്. കേസെടുത്തതിന് പിന്നാലെ ഇവർ ഒളിവിൽ പോയി. ഇവർക്കായി പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. അതിനിടെയാണ് ഇപ്പോൾ ഇവർ വിദേശത്തേക്ക് കടന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ എങ്ങോട്ടാണ് പോയിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് വിശദാംശങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് എന്ന സൂചന മാത്രമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഇതേ തുടർന്നാണ് ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇപ്പോൾ പോലീസ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇവർ ഈ കേസിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ളവരാണ്. അതായത് ഈ റസീനയും റഹീസും ഈ കായലോട്ടെ അവിടുത്തെ ഈ സംഭവം നടന്ന പ്രദേശത്ത് കാറിലിരുന്ന് സംസാരിക്കുന്നതിനിടെ ആദ്യ ഘട്ടത്തിൽ അങ്ങോട്ടെത്തി ഇവരെ അവഹേളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അതിനുശേഷം ഈ റഹീസിനെ മർദ്ദിക്കുകയും ചെയ്ത സംഘത്തിൽ ഉൾപ്പെട്ട 2 പേരാണിവർ. അതുകൊണ്ടാണ് ഇവരെ കൂടി പോലീസ് പ്രതി ചേർത്തത്. എന്തായാലും അത് സംബന്ധിക്കുന്ന ഇവർക്കെതിരെയുള്ള ശക്തമായ തെളിവുകൾ ഉൾപ്പെടെയുണ്ട്. ഈ ആത്മഹത്യാക്കുറിപ്പിലും ഇവരുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന് പിന്നാലെയാണ് റഹീസ് ഇവരുടെ പേരുകൾ സഹിതം തന്നെ പിണറായി പോലീസിൽ പരാതി നൽകിയത്. തലശ്ശേരി ASPയുടെ നേതൃത്വത്തിലാണ് റഹീസിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം റഹീസിന്റെ മൊഴിയുണ്ട്, ദൃക്സാക്ഷികളുടെ മൊഴിയുണ്ട്, പോലീസ് ശേഖരിച്ച വിവരങ്ങളുണ്ട്. ഇതിലൊക്കെ ഒരു പരസ്യ വിചാരണ നടന്നിട്ടുണ്ട്, അവിടെ ഒരു മോറൽ പോലീസിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് എത്തി നിൽക്കുന്ന നിഗമനം. ഇതിൽ ഈ പരാതിയുടെ പോലീസ് അന്വേഷണത്തിന്റെ 2 ഭാഗങ്ങളായി, ഒന്ന് ഈ അമ്മ ഉയർത്തിയ ചില ആക്ഷേപങ്ങളുണ്ട്, ഈ യുവതിയുടെ മാതാവ് ഉയർത്തിയ ചില ആക്ഷേപങ്ങളുണ്ട്, അതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പരസ്യ വിചാരണയുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിൽ പോലീസ് ഇപ്പോഴെത്തി നിൽക്കുന്ന ഒരു നിഗമനം ഏത് തരത്തിലാണ്? അരുൺ പൂപ്പറമ്പ. ശ്രീജിത്ത്, നമുക്കറിയാം ആദ്യഘട്ടം മുതൽ ഈ സദാചാര ആക്രമണം നടന്നു എന്ന കാര്യത്തിൽ പോലീസിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അത് സംബന്ധിക്കുന്ന, അത് സാധൂകരിക്കുന്ന കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ റസീന എഴുതിയ ആത്മഹത്യാക്കുറിപ്പ്. അത് അന്ന് ആ ക്രൈം സ്പോട്ടിൽ തന്നെ, അല്ലെങ്കിൽ ക്ഷമിക്കണം, ആ ആത്മഹത്യ നടന്ന ആ മുറിയിൽ നിന്ന് തന്നെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചു. അതേ തുടർന്ന് ആ ആത്മഹത്യാക്കുറിപ്പിൽ, 3 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ വിശദമായി തന്നെ നടന്ന സംഭവങ്ങളെപ്പറ്റി, അതായത് ഈ സദാചാര വിചാരണ, ഭീഷണി, അവഹേളനം, പിന്നാലെ ഈ റഹീസിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ കുടുംബം ഈ റഹീസിനെതിരെ ചില പരാതികൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ഈ ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണം ഈ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികളല്ല, അത് ഈ റഹീസാണ് എന്ന തരത്തിലുള്ള പരാതിയാണ് ഈ റസീനയുടെ കുടുംബം മുന്നോട്ട് വെച്ചത്. മാതാവ് തന്നെ അത് പോലീസിൽ അത്തരത്തിലുള്ള പരാതി നൽകുകയും ചെയ്തു. അതിൽ പ്രധാനമായും പറഞ്ഞത് ഈ സ്വർണവും പണവും തട്ടിയെടുത്തു,
അത്തരത്തിൽ സാമ്പത്തികവും ശാരീരികവുമായി ചൂഷണം ചെയ്തു, നഗ്ന ചിത്രങ്ങൾ പകർത്തി, അങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ആ പരാതിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പോലീസ് ആ കാര്യത്തിൽ എന്തെങ്കിലും ധൃതിപ്പെട്ടൊരു കേസെടുക്കാനോ അത്തരം നടപടികളിലേക്ക് പോലീസ് പോയില്ല. കൃത്യമായി അതിലെന്താണ് അതിൽ തെളിവ് എന്ന കാര്യമാണ് പോലീസ് പരിശോധിച്ചത്. അതിൽ പ്രധാനപ്പെട്ടത് അത്തരം പരാതികൾ ഉയർന്നു വരുമ്പോൾ ഈ റഹീസിന്റെ ഫോൺ പോലീസിനെ പരിശോധിക്കണം, റഹീസിനെ വിശദമായി ചോദ്യം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പോലീസിന് വ്യക്തമാകൂ. അതേ തുടർന്നാണ് റഹീസ് ഹാജരായതിന് പിന്നാലെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. അതിൽ റഹീസ് ഈ കാര്യങ്ങൾ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, റഹീസിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിൽ ശാസ്ത്രീയമായി ഈ പറയുന്ന പരാതിക്ക് അടിസ്ഥാനമായി എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. പോലീസ് നടത്തിയ ഇവരുടെ മാതാവിന്റെ പരാതിയിൽ നടത്തിയ മറ്റ് അന്വേഷണങ്ങളിലും അത്തരത്തിലുള്ള ഈ പറയണത് പോലുള്ള ചൂഷണം നടന്നിട്ടില്ല, അല്ലെങ്കിൽ സ്വർണം തട്ടിയെടുത്തു, അല്ലെങ്കിൽ നഗ്നചിത്രങ്ങൾ പകർത്തി എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ ആരോപണങ്ങളെ ശരിവെക്കുന്ന കണ്ടെത്തലുകൾ പോലീസിന് ഉണ്ടായിട്ടില്ല. അതേ തുടർന്നാണ് പോലീസ് നിലവിൽ അതിൽ കേസെടുക്കുന്നില്ല, അല്ലെങ്കിൽ നിലവിൽ എന്തായാലും കേസെടുക്കുന്നില്ല, അതിൽ കൂടുതൽ അന്വേഷണം നടക്കട്ടെ, ധൃതിപ്പെട്ട് കേസെടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ കായലോട് പരസ്യ വിചാരണയെ തുടർന്ന് യുവതി ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നതിനിടയിൽ പ്രതികളായ 2 പേർ SDPI പ്രവർത്തകർ അവർ വിദേശത്തേക്ക് കടന്നു എന്നാണ് പോലീസ് പറയുന്നത്. SDPI പ്രവർത്തകരായ സുനീർ, സക്കറിയ എന്നിവരാണ് വിദേശത്തേക്ക് മുങ്ങിയിരിക്കുന്നത്. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്.